എനിക്ക് നന്ദി പറയാനുള്ളത് അനുമോളോടാണ്. ഞാൻ ഈസിലി മാനിപ്പുലേറ്റഡ് ആവുന്ന ഒരു വ്യക്തിയാണെന്ന് അനുമോൾ എന്നെ പഠിപ്പിച്ചു. അവളുടെ തന്നെ ഞാൻ പല പ്രാവശ്യം മാനിപ്പുലേറ്റഡ് ആയി പോയിട്ടുണ്ട്. ജോക്കില്ല, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാണ്. ഹായ് ഗൈസ്, ബിഗ് ബോസ് ഹൗസിൽ നിന്ന് എവിക്റ്റ് ആയി പോകുന്നതിന് മുമ്പ് ആദില അനുമോക്കിട്ട് നന്നായിട്ട് കുത്തുന്ന വീഡിയോന്റെ ഒരു ചെറിയ ഭാഗമാണ് നമ്മളിപ്പോൾ കണ്ടിട്ടുള്ളത്. ഒരു സുഹൃത്ത് എങ്ങനെയാകരുത് എന്നുള്ളത് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ആദില. ഇവിടെ ആദിലേന്റെ എവിക്ഷനെ കുറിച്ചിട്ട് ഒരു കാര്യം പറയാനാണെങ്കിൽ, ശൈത്യനെ കൊണ്ടുണ്ടായ ഏക ഉപകാരം എന്ന് പറയുന്നത് അത് ആദിലേന്റെ എവിക്ഷൻ ആയിരുന്നു. കാരണം ശൈത്യ കയറുന്നത് വരെ അനുമോളുടെ കൂടെ അത്രയും ഒരു സപ്പോർട്ടായിട്ട് നിന്ന ആദിലേനെ നിമിഷ നേരം കൊണ്ട് കട്ടപ്പ 2.0 ആക്കിയിട്ട് പെട്ടെന്ന് തന്നെ എവിക്ഷൻ പ്രക്രിയയിലേക്ക് തള്ളിവിട്ടതിനെ ശൈത്യനോട് പ്രത്യേകം നന്ദി പറയണം. അങ്ങനെ ഒരു ഉപകാരം ശൈത്യനെ കൊണ്ട് ഉണ്ടായി. കാരണം ആദിലേക്ക് അത്രയും ഹേറ്റ് സ്പ്രെഡ് ആവാൻ കാരണം ശൈത്യന്റെ മാനിപ്പുലേഷൻ ആയിരുന്നു. അവളുടെ തന്നെ ഞാൻ പല പ്രാവശ്യം മാനിപ്പുലേറ്റഡ് ആയി പോയിട്ടുണ്ട്. ജോക്കില്ല, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞത്. ബിൻസിക്കൊക്കെ എന്താ സന്തോഷം. ബിൻസിയും ശൈത്യം എല്ലാവരും അവിടെ ഇരുന്ന് ഭയങ്കര ചിരിയാണ്. ശേഷം ബിൻസി പറയുന്ന ഒരു ഡയലോഗും കൂടി ഉണ്ട്, കൊല്ലാതിരിക്കാൻ പറ്റുമോ. ഇതെല്ലാം കേട്ടിട്ട് അനുമോൾ ഒരു അക്ഷരം ഇണ്ടാതെ ചിരിക്കാതെ പ്രതികരിക്കാതെ ഒരു നിസ്സഹായ ഭാവത്തോടെ ഒരു പുച്ഛഭാവത്തോടെ അങ്ങനെ ഇരിപ്പ. ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കുക, നമുക്കാണെങ്കിൽ ഇങ്ങനെ ഒരു ഫ്രണ്ട്സ് ഗ്യാങ് ഉള്ള സമയത്ത് നമ്മൾ അവരെ വിശ്വസിച്ച് പല കാര്യങ്ങൾ പറയാം. നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങൾ, നമ്മൾ കണ്ട കാര്യങ്ങൾ, നമുക്ക് തോന്നിയ കാര്യങ്ങൾ, ഇതെല്ലാം നമ്മൾ പറയുന്ന സമയത്തും നമ്മൾ അത്രയും ട്രസ്റ്റ് ചെയ്ത് പറയുന്ന ഒരാള് കുറച്ച് ആൾക്കാരെ, പരിചയമുള്ള കുറച്ച് ആൾക്കാരെ ഗ്രൂപ്പായിട്ട് പെട്ടെന്ന് കിട്ടുന്ന സമയത്ത് അവര് നമ്മൾ വിശ്വസിച്ച് പറഞ്ഞ എല്ലാ കാര്യങ്ങളും പോയിട്ട് മറ്റുള്ള ആൾക്കാരുടെ അടുത്ത് വിളമ്പി നടന്നിട്ട് അത് നമ്മൾ തിരിച്ചറിയുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു അവസ്ഥ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. അല്ലെങ്കിൽ അവസരം കിട്ടുന്ന സമയത്ത് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് കൂട്ടം കൂടി നമുക്കെതിരെ തന്നെ നമ്മുടെ കൂട്ടുകാർ തീരുന്ന സാഹചര്യം ഒന്ന് ആലോചിച്ച് നോക്കി. അനുമോൾ നിൽക്കുന്നത് അങ്ങനെ ഒരു സാഹചര്യത്തിലാണ്. അനുമോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളുമാണ്. ഓരോ ആളുകളെ കുറിച്ച് പറഞ്ഞതും, ആര്യനെ കുറിച്ച് പറഞ്ഞത്, അക്ബറിനെ കുറിച്ച് പറഞ്ഞത്, അപ്പാനി ബിൻസിനെ കുറിച്ച് പറഞ്ഞത്, എല്ലാ കാര്യങ്ങളും, ശൈത്യനെ കുറിച്ച് പറഞ്ഞത്, എല്ലാ കാര്യങ്ങളും നമ്മൾ കണ്ട് എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളും കൂടിയാണ്. എന്താണെങ്കിലും ആദില പറയുന്ന കാര്യങ്ങളൊന്ന് കേട്ടേക്കാം. എനിക്ക് നന്ദി പറയാനുള്ളത് അനുമോളോടാണ്. ഞാൻ ഈസിലി മാനിപ്പുലേറ്റഡ് ആവുന്ന ഒരു വ്യക്തിയാണെന്ന് അനുമോൾ എന്നെ പഠിപ്പിച്ചു. അനുമോള് തന്നെയല്ല പഠിപ്പിച്ചത്, താൻ വ്യൂവേഴ്സിന്, ഇത് കാണുന്ന പ്രേക്ഷകരെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്. ആദില പെട്ടെന്ന് മാനിപ്പുലേറ്റ് ആവുന്ന ഒരു വ്യക്തിയാണ് എന്ന് ആദില ജീവിതം കൊണ്ട് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കുറച്ചു മുമ്പ് വരെ ആദിലനോട് വല്ലാത്ത റെസ്പെക്ട് ഒക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു കണ്ടസ്റ്റൻസ് ഒക്കെ അതിനകത്തോട്ട് കയറുന്നത് വരെ ആദിലനോട് കുറച്ച് റെസ്പെക്ട് ഉണ്ട്. വഴക്കുണ്ടാക്കി കഴിഞ്ഞാൽ അനുമോളായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് അവർ നിലനിർത്തി പോകുന്നവരോട് നമുക്ക് വല്ലാത്ത റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അപ്പപ്പോൾ കാണുന്നവനെ അപ്പാന്ന് വിളിക്കുന്ന ഒരു നേച്ചർ ഉണ്ടല്ലോ, അതാണ് ആദിലയും നൂറയും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ബിഗ് ബോസ് ഹൗസിനകത്ത് എവിക്റ്റായി പോയ ആൾക്കാരെല്ലാം കൂടെ കൂട്ടത്തോടെ വന്ന സമയത്ത് അവർക്ക് വന്ന ആൾക്കാർ കണ്ണീരുണ്ടിയും അനുമോള് കണ്ണിലെ കരടുപോയി. അതാണ് നമ്മൾ അവിടെ കണ്ടത്. അവളുടെ തന്നെ ഞാൻ പല പ്രാവശ്യം മാനിപ്പുലേറ്റഡ് ആയി പോയിട്ടുണ്ട്. ജോക്കില്ല, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞത്. പറയുന്ന കാര്യത്തിന് ഒരു ഇത്തിരി പോലും ജെനുവിനിറ്റി ഇല്ലാതെ പറഞ്ഞാലും ഓപ്പോസിറ്റ് നിന്ന് ആദിലയ്ക്ക് അത് ആളെ മനസ്സിലാക്കിയിട്ട് ഒരു റെസ്പോൺസും കൊടുക്കാതെ കേട്ട് ഇങ്ങനെ ഇരിക്കാൻ പറ്റുമെന്ന് എന്നെ പഠിപ്പിച്ചത് അനുമോള. ആ ഒരു ടൈമിന് വേണ്ടിയിട്ട് കൂടെ നിന്ന് ചിരിച്ച് കളിച്ച് നിൽക്കാൻ പറ്റും. ആക്ടിങ് അത്ര സിമ്പിൾ ആണ് എന്ന് എനിക്ക് കാണിച്ചു തന്നത് അനുമോളാണ്. താങ്ക് യു ഫോർ ദാറ്റ്. കൊല്ലാണ്ടിരിക്കാൻ പറ്റുമോ? ആഹാ, എന്താ ചിരി. ബിൻസി എല്ലാം കമന്ന് കിടന്ന് ചിരിക്കുകയാണ്, ആദിലും കൂടെ ഇരുന്ന് ചിരിക്കുകയാണ്. അനുമോളെ അത്രയും പറഞ്ഞ സമയത്ത് അവർക്ക് എല്ലാവർക്കും മനസ്സൊന്ന് അടിവയറ്റിൽ കുളിര് കോരുന്ന ഒരു തരം സുഖേ. അതല്ലെങ്കിലും അങ്ങനെയാണ്, നമ്മൾ ആരെങ്കിലും ഇങ്ങനെ കുത്തി പറയുന്ന സമയത്ത് പറയുന്ന ആൾക്കാർക്ക് ഒരു പ്രത്യേക സുഖമായിരിക്കും, കേൾക്കുന്ന ആൾക്കാർക്ക് അത്ര വലിയ സുഖമൊന്നും ഉണ്ടാവില്ല. എന്താണെങ്കിലും ആദില കലക്കി. പിന്നെ മറ്റേ PR-ന്റെ എന്തോ ഒരു കാര്യം പേപ്പറിൽ എഴുതി കൊടുത്ത വിഷയമായിട്ട് എന്തൊക്കെയോ സംസാരിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിന് നമുക്കൊരു ചെറിയ ക്ലാരിറ്റി വരുത്താം. എന്താണെങ്കിലും രാജ് ടോക്സിൽ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ ഒരു വീഡിയോ ക്ലിപ്പ് ഇവിടെ ഒന്ന് പ്ലേ ചെയ്ത് കേൾപ്പിക്കാം, എല്ലാവരും വ്യക്തമായിട്ടൊന്ന് കേട്ടോളൂ. എഴുതി കൊടുത്തത് അനുമോളുടെ അച്ഛന്റെ നമ്പറാണ്, PR-ന്റെ നമ്പർ അല്ല കേട്ടോ. ഇത്രയും കല്ലുവെച്ച നുണ ആദില പറയുമെന്ന് ഞാൻ കരുതിയില്ല കേട്ടോ. ഇത്രയും കല്ലുവെച്ച നുണ. അതായത് അനുമോൾ ഒരു നമ്പർ കൊടുത്തു, PR-ന്റെ നമ്പർ കൊടുത്ത് അക്ബറിനെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവനെ വിളിച്ച് പൈസ കൊടുത്താൽ മതി ചെയ്യും എന്നാണ് ഈ നുണച്ചി. നീ ഇന്നലെ വിളിച്ചില്ലേടി നുണച്ചി എന്ന്. നീ ആണടി നുണച്ചി, ലോക നുണച്ചി, പരമ നുണച്ചി. എന്തോ ആദില ഇത്. ഇവിടെ അനുമോൾ ഇരുന്ന് പറയുന്നുണ്ട് ഇവള് കാര്യം നേടാൻ വേണ്ടിയിട്ട് ഇല്ലാത്ത കാര്യങ്ങൾ പറയുമെന്ന്. അത് ഞാൻ മുഖവിലക്ക് എടുത്തില്ല. പക്ഷേ ഇപ്പോ ആദില തന്നെ അത് സമ്മതിക്കുന്നുണ്ട് അവൾ അച്ഛന്റെ നമ്പറാണെന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇന്നലെ ഈ ഒരു കാര്യവും പറഞ്ഞ് ഈ ഇത്രയും വിഷയം നടക്കുമ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞത് കൊണ്ടാണ് അക്ബർ അവിടെ കരയുന്നത്. അക്ബർ വിങ്ങിപ്പൊട്ടി ഈ പറയുന്ന കഴുത ഇരുന്ന് മോങ്ങും പോലെ മോങ്ങിയില്ലേ, ഈ ഒരു കേസ് പറഞ്ഞത് കൊണ്ടാണ്. ഈ കേസാണ് ഞാനിപ്പോ പോയി ചോദിക്കും എല്ലാം ഇവിടെ തീർത്തിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഇവൾ ഇവിടെ കിടന്ന് അട്ടഹസിച്ചത്. അതായത് ഇവള് പുറത്തു പോകാൻ സമയത്ത് എന്ത് വേണം എന്ന് ചോദിച്ചപ്പോ എന്ത് ചെയ്തു, അവളുടെ അച്ഛന്റെ നമ്പർ കൊടുത്തു. ഇതാണ് സംഭവം. എന്നിട്ട് ഇവളെന്ത് ചെയ്തു, ഇവളെ നമ്പർ അവൾക്കും കൊടുത്തു. അവളേലും ഇവളെ നമ്പറുണ്ട്, ഇവളെ അച്ഛന്റെ നമ്പറും ഇവളേലുണ്ട്. അതിനെയാണ് പറഞ്ഞു പരത്താൻ പോയത്, PR-കൾക്ക് കൊടുക്കാൻ പോയത്. അപ്പൊ വ്യക്തമായല്ലോ നുണച്ചി ആരാന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ഒരു വ്യക്തത കിട്ടി കാണും.
വന്നവർക്കും നിന്നവർക്കും എല്ലാവർക്കും ഇപ്പോൾ ഒരേ ഒരു വിചാരമേ ഉള്ളൂ, അനുമോളെ എങ്ങനെയെങ്കിലും തകർക്കണം, അനുമോള് കപ്പ് തൂക്കരുത് എന്നുള്ള വിചാരം മാത്രമേ ഉള്ളൂ. ആ ഒരു വിചാരം കൊണ്ട് കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങളാണ് നമ്മളിപ്പം ബിഗ് ബോസ് ഹൗസിനകത്തും പുറത്തും കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. പുറത്തെ കാര്യം പറയുകയാണെങ്കിൽ അക്ബർ മറ്റേ കരഞ്ഞിട്ട് കുടുംബത്തിനെ ആക്രമിക്കുന്നു ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ അങ്ങോട്ട് ഇറക്കി കഴിഞ്ഞതിന് ശേഷം അക്ബറിന്റെ വൈഫ് വന്നിട്ട് ഞങ്ങൾക്ക് PR ആക്രമണമാണ്, ഞങ്ങൾക്ക് തലയുയർത്തി നടക്കാൻ പറ്റുന്നില്ല, ട്രോമയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വല്ലാത്ത ഡ്രാമാറ്റിക് ആയിട്ട് സംസാരിച്ച് ആരും എഴുതി കൊടുത്തത് അങ്ങനെ വായിക്കുന്ന രംഗങ്ങളൊക്കെ വീഡിയോ ആയിട്ട് അവർ പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. ആ ഒരു വീഡിയോ പ്ലേ ചെയ്യുന്നതിന് മുമ്പ് വേറൊരു കാര്യം കൂടെ പറഞ്ഞേക്കാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്തെങ്കിലും ഒരു കാര്യം കമന്റും കൂടെ ചെയ്തേക്കുക. എന്നാൽ മാത്രമേ വീഡിയോ 4 ആൾക്കാരിലേക്ക് എത്തുള്ളൂ. പ്ലീസ് സപ്പോർട്ട് മീ. പിന്നെ ഷാനവാസ്, അനുമോള്, അനീഷ് ഇവർ 3 ആളിൽ ആര് കപ്പ് തൂക്കിയാലും ഞാൻ സന്തോഷമാണ്. എനിക്ക് അനീഷ് കപ്പ് തൂക്കണം എന്നാണ് ഭയങ്കര ആഗ്രഹം. കാരണം ബിഗ് ബോസ് ഹൗസിനകത്ത് കയറി കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ അനീഷിന്റെ ഒരു ഫാനാണ്. പക്ഷെ ഇപ്പം ഗെയിമിൽ ഒരുപാട് പുറകോട്ടാണ് അനീഷ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക. എന്തൊക്കെയാണെങ്കിലും നമുക്ക് അക്ബറിന്റെ വൈഫിന്റെ വീഡിയോയിലോട്ടൊന്ന് പോവാം. ഹായ് ഗൈസ്, ഈ രാത്രി ഈ വീഡിയോ ഇടാൻ കാരണം ഇറ്റ്സ് ഹൈ ടൈം ദാറ്റ് ഐ സ്പീക്ക് അബൌട്ട് ദ ഡേർട്ടി ഗെയിം ഓഫ് PR ടീം. ഈ PR അറ്റാക്ക് എനിക്ക് ഫസ്റ്റ് വീക്ക് മുതലേ വന്ന് തുടങ്ങി. പക്ഷെ ഞാൻ ഒരു ഗെയിമിന് പാർട്ടായിട്ട് കണ്ടുള്ളൂ. പക്ഷെ കുറേ കഴിഞ്ഞപ്പോൾ വളരെ പേഴ്സണൽ എന്താ പറയുക, വളരെ പേഴ്സണൽ മോശം ചീപ്പ് കമൻറ്റ്സ് ആൻഡ് DMs വന്ന് തുടങ്ങി. ദാറ്റ് ടു ഫ്രം ദ ഫേക്ക് അക്കൗണ്ട്സ്. കഴിഞ്ഞ കുറേ വീക്സ് ആയിട്ട് എനിക്ക് വന്ന വളരെ മോശമായിട്ട് കമൻറ്റ്സ്, മെസ്സേജസ് ഫ്രം ദ PR ടീം. അപ്പൊ PR ടീമിന്റെ ഭാഗത്തുനിന്ന് വളരെ മോശമായ രീതിയിലുള്ള കമന്റ്, കാര്യങ്ങൾ, DM ഒക്കെ ഇവർക്ക് പോകുന്നുണ്ട് എന്നാണ് പറയുന്നത്. അക്ബർ മാത്രമാണോ അതിനകത്തൊരു കണ്ടസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നത്? കണ്ടസ്റ്റൻസിൽ എല്ലാവർക്കും ഫാൻസ് ഉണ്ട്, ഫാൻസ് പേജസും ഉണ്ട്. അപ്പോൾ ഒരാളുടെ ഫാന് പോയിട്ട് ഇപ്പുറത്തെ ആള് വഴക്ക് പറയുക, ഇപ്പുറത്തെ ആള് പോയിട്ട് അപ്പുറത്തെ സ്ഥലത്ത് പോയിട്ട് കമന്റ് ഇടുക, ഇതൊക്കെ സാധാരണയായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. എല്ലാ സീസണിലും നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അല്ലാണ്ട് ഇതിപ്പോ ഇത്ര പൊലിപ്പിച്ച് പറയാൻ മാത്രമൊന്നുമില്ല. ഇതിപ്പോ അവർ കിട്ടിയ അവസരം മുതലാക്കി ഒരു ടൂളാക്കി ഉപയോഗിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. കാരണം അക്ബർ മറ്റേ ആദ്യം എല്ലാവരും കൂടെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് കേട്ടിട്ട് ഫാമിലിനെ ആക്രമിക്കുകയാണ്, ആര്യൻ വന്നു പറഞ്ഞു അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞ് വല്ലാതെ കണ്ണീരണിഞ്ഞ നിമിഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കണ്ടപ്പം അക്ബറിന്റെ ഭാര്യയ്ക്ക് ഒരു ഐഡിയ തോന്നി, അല്ലെങ്കിൽ PR ഒരു ഐഡിയ കൊടുത്തു. അവർ വേഗം അപ്പം തന്നെ അന്നേ ദിവസം നൈറ്റ് തന്നെ വേഗം ഒരു വീഡിയോ പിടിച്ചിട്ടാണ് ഞങ്ങൾ PR ആക്രമണത്തിൽ വരഞ്ഞിരിക്കുകയാണ് എന്നൊക്കെ. ഇതൊക്കെ വെറും ഡ്രാമയാണ്. കാരണം ഇവർ മാത്രമൊന്നുമല്ല. അങ്ങനെയാണെങ്കിൽ സൈബർ ബുള്ളിങ് ചെയ്യുന്ന എല്ലാവർക്കും PR-ന്റെ പ്രശ്നം തന്നെയാണോ? അല്ല ചേച്ചി, അതൊക്കെ പറയുന്നതിന് മുമ്പ് തെളിവ് എവിടെ? നിങ്ങൾ അത്രയും വലിയ ആക്രമണത്തിന് ഇരയാവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അയച്ച DMs കാര്യങ്ങളും നിങ്ങളെ മെസ്സേജിൽ ഉണ്ടാവില്ലേ? അതൊരു സ്ക്രീൻഷോട്ട് എടുത്ത് കാണിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല, സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് കാണിക്കുന്നില്ല. കമന്റ്സ് വഴിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കുക. പ്രേക്ഷകർക്ക് ചിലപ്പോൾ നിങ്ങളുടെ ഭർത്താവിന്റെ പെരുമാറ്റം ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അവർ മൂത്തടിച്ച പോലെ പറയും. നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പോൾ അടുത്ത് രേണുസുതി വല്ലാത്തൊരു കോളിലൊക്കെ കാര്യങ്ങളൊക്കെ സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. രേണുസുതിക്കെതിരെ സംസാരിക്കാൻ ആരെങ്കിലും PR കൊടുത്തിട്ടാണോ? അല്ല, അവരുടെ പ്രവർത്തികൾ ആളുകൾക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് അവരുടെ ഫോട്ടോന്റെ താഴെ പോയിട്ടും വീഡിയോന്റെ താഴെ പോയിട്ടും അവരുടെ റീൽസിന്റെ താഴെ പോയിട്ടും DM പോയിട്ടും കമന്റ് ബോക്സ് പോയിട്ടും ഒക്കെ ആളുകൾ അവർക്ക് തോന്നിയ പോലെ അങ്ങോട്ട് വിളിച്ച് പറയാണ്. അല്ല, ഇപ്പം രേണുവിനെ കുറിച്ചിട്ട് പറയുന്ന സമയത്ത് രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ എനിക്കെതിരെ സംസാരിക്കുന്നുണ്ട്. എന്താ എനിക്കെതിരെ സംസാരിക്കാൻ രേണു PR കൊടുത്താണോ? പറയുന്നതിൽ എന്തെങ്കിലും കുറച്ചൊക്കെ ലോജിക്ക് വേണം കേട്ടോ. എനിക്ക് സത്യം പറയാൻ എനിക്ക് ഇവിടെ ഷെയർ ചെയ്യാൻ പോലും പറ്റില്ല. ഞാനും അക്ബറിൽ കൂടെ ഫാമിലിയും കുറേ ഫേസ് ചെയ്യേണ്ടി വന്നു. ഇത് ആരുടെ PR ആണ്, ഏത് PR ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഐ എം നോട്ട് സേയിങ് ഹിയർ. എനിക്കറിയത്തില്ല, നിങ്ങൾക്ക് ആർക്കെ അറിയോ? നിങ്ങൾ അറിയുന്ന ആൾക്കാർ കമന്റ് ചെയ്യുക. അനുവിന്റെ PR-നാണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ അനുവിന് മാത്രമൊന്നും അല്ല PR ഉള്ളത്. ആ ബിഗ് ബോസ് ഹൗസിനുണ്ടായിരുന്ന കണ്ടസ്റ്റൻസിന് അത്രയും PRs ഒക്കെ ഉണ്ട്. അല്ലാതെ അനുമോളുടെ PR തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്ന് നിങ്ങൾ ഇപ്പോൾ ഈ അവസാന നിമിഷം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണ് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അല്ല, ഈ രേണുവിനെ സേഫ്റ്റി ടാങ്ക് വിഷയം പറഞ്ഞ സമയത്ത് അക്ബറിനെ എതിരെ ഒരുപാട് പേര് കമന്റ് ബോക്സിൽ അല്ലാണ്ട് വന്ന് വഴക്ക് പറയും, തെറി വിളിക്കുകയോ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴും നിങ്ങൾക്ക് DMും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അന്ന് ആരുടെ PR ആയിരുന്നു പറഞ്ഞത്? രേണുവിന്റെ PR ആയിരിക്കുമല്ലേ അന്ന് വന്നിട്ട് നിങ്ങളെ സൈബർ ആക്രമണം ചെയ്തത്? അപ്പൊ ഇത് ഓരോ സമയത്ത് ഓരോ ആൾക്കാരുടെ തലയിലേക്ക് ചാർത്തി കൊടുക്കൽ. ഇതിൽ ഇവരൊരു സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട്. ഫസ്റ്റ് വീക്ക് മുതലേ അനുമോള് ഫസ്റ്റ് വീക്ക് ഒന്നും ഈ ഒരു ഫീൽഡിലേ ഇല്ല. അന്നൊക്കെ അനീഷാണ് ഒരു മാസത്തിന്റെ അടുത്ത് പൂണ്ട് വിളയാടിയ ആളെന്ന് പറയുന്നത്. ആ ഒരു സമയത്തൊക്കെ അനുമോള് എന്താണ് ആ ഒരു സീനിലേ ഇല്ല. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇവർ പറയുന്നത് ഫസ്റ്റ് വീക്ക് മുതലേ അക്ബറിന് സൈബർ ബുള്ളിങ് ഉണ്ട്, ഇവരുടെ ഫാമിലിക്ക് ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അക്ബറിന്റെ സ്വഭാവം വർത്താനം ശരിയില്ലെന്ന് അർത്ഥം. ഒരു ദിവസം ഞാൻ സ്ട്രോങ് ആയിട്ട് നിന്നു. ബിക്കോസ് എനിക്ക് നന്നായിട്ട് അറിയാം ഇതെല്ലാം PR സ്ട്രാറ്റജിയാണ്. ഇത് കുറേ ആയിട്ട് എൻ്റെ മനസ്സിലുണ്ട്. ബട്ട് ഞാനിത് പറയാനിത് എൻ്റെ ഫാമിലിക്ക് ഒന്നും അറിയില്ല. ഇതിപ്പോൾ പറയാൻ കാരണം ഇത് എല്ലാവർക്കും സൈബർ ബുള്ളിങ്സ്, അറ്റാക്സ് ഫേസ് ചെയ്യാൻ പറ്റില്ല. ആസ് എ ഡോക്ടർ ഐ എം ടെലിംഗ് യു ഗൈസ്, യു ഡോണ്ട് ഹാവ് എനി ഐഡിയ. People go into the severe stage of the depression and anxiety. Even they have a suicidal thoughts because of these cyberbullying attacks and all. So please stop cyberbullying.
ഇപ്പൊ അനുമോള് ജയിച്ചു കഴിഞ്ഞാൽ ആൾക്കാരെന്താ പറയാറ്, പി ആറിന്റെ ബലം കൊണ്ടാണ് ജയിച്ചത്, പി ആറിന്റെ ബലം കൊണ്ടാണ് ജയിച്ചത്. ഈ ഒരു ഏഷ്യാനെറ്റിന്റെ കമന്റ് ബോക്സ് തന്നെ നോക്കി കഴിഞ്ഞാൽ ജെനുവൻ ആയിട്ടുള്ള ഐഡിയകളിൽ നിന്നൊക്കെ ഒരുപാട് പേര് അനുമോൾക്ക് സപ്പോർട്ട് പറയുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അല്ലാണ്ട് നിങ്ങൾ ഈ പറയുന്ന പോലെ ഫേക്ക് കടിന്ന് വന്നിട്ട് അനുമോളെ സപ്പോർട്ട് ചെയ്യുക, ബാക്കിയുള്ള ആൾക്കാരെ ഡിഗ്രേഡ് ചെയ്യുക ഒന്നുമല്ല. അക്ബറിന്റെ സംസാരവും പെരുമാറ്റവും വായിന്ന് വരുന്ന വാക്കുകളും ഉപയോഗിക്കുന്ന പദപ്രയോഗങ്ങളും ഒരു ഒരു ഗ്യാപ്പ് ഇല്ലാണ്ട് സ്ത്രീകളെ നെഞ്ഞത്തോട്ട് കയറുന്നതെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഒരു ഗ്യാപ്പ് പോലും ഇല്ലാണ്ട് കടിച്ചു കയറി ഗുണ്ട ആക്രമണം പോലെയൊക്കെ പല സ്ഥലങ്ങളിൽ അവർ പെരുമാറിയത് നമ്മൾ കണ്ടത് ഒരു ഗ്യാങ് ആയിട്ട്. അങ്ങനെ ഇരിക്കെ നിങ്ങളുടെ ഹസ്ബൻഡിന്റെ പെരുമാറ്റം കൊണ്ട് വരുന്ന സൈബർ ബുള്ളിങ് അനുമോളെ പി ആർ ആണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തിരിച്ചുവിടരുത്. എല്ലാവരും പറയുന്നു അവനവന്റെ ജീവിതത്തെ കുറിച്ച്. ഈ അനുമോക്ക് എന്താ ജീവിതമില്ലേ? നിങ്ങൾ പറയുന്ന പോലെ തന്നെ അക്ബറിന്റെ ഫാൻസ്, അപ്പാനി ഫാൻസ്, ആദില നൂറ ഫാൻസ്, അനീഷ് ഫാൻസ്, ഷാനവാസ് ഫാൻ, ഇവരെല്ലാവരും തന്നെ അനുമോള പ്രവർത്തികൾക്ക് അനുമോളെയും ഡിഗ്രേഡ് സംസാരിക്കുന്നുണ്ട്. അപ്പൊ അനുമോക്ക് പുറത്തൊരു ലൈഫില്ലേ? അനുമോള് സൈബർ ബുള്ളിങ്ങിന് ഇരയാവുന്നില്ലേ? അനുമോളെ ഫാമിലി ഇരയാവുന്നില്ലേ? നിങ്ങൾ അതൊന്നും കാണുന്നില്ലേ? ട്രോൾസ്, പിന്നെ പോസ്റ്റ് കാര്യങ്ങളൊക്കെ എന്തോ ഒരു അനുമോൾക്ക് എതിരെ ഉണ്ട്, എഗെയിൻസ്റ്റ് ഉണ്ട്. അവരൊരു സ്ത്രീയല്ലേ? അപ്പൊ അവർക്ക് ഈ സൈബർ ബുള്ളിയും കാര്യങ്ങളൊന്നും ബാധകല്ലേ? നിങ്ങൾക്കും നിങ്ങളുടെ ഭർത്താവിനും നിങ്ങളുടെ ഫാമിലിക്കും അനുമോൾ ഒഴികെ ബാക്കി കണ്ടസ്റ്റൻസിന് മാത്രമേ ഇതൊരു ബാധകമായിട്ടുള്ളൂ. അല്ല, ഞാൻ അറിയാത്തതുകൊണ്ട് ചോദിക്കുകയാണ്. അനുമോക്കെതിരെ ഒരുപാട് പേര് സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, കമന്റ് ആയിട്ട് കണ്ടിട്ടുണ്ട്, പോസ്റ്റ് ആയിട്ട് കണ്ടിട്ടുണ്ട്. ഈ ഒരു അനീഷിന്റെ വിഷയത്തിൽ വരെ അനുമോളെ വളരെ മോശക്കാരിയാക്കി ചിത്രീകരിച്ച് പല ആൾക്കാരും വീഡിയോസും ട്രോൾസും ഇറക്കിയിട്ടുണ്ട്. ഞാനും അനുമോൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. കാരണം അനുമോൾ ആശ കൊടുത്തിട്ട് അനീഷിനെ അങ്ങനെ പറയിപ്പിച്ചതാണ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അനുമോക്ക് അവിടെ ഒരു ജീവിതം ഇല്ലേ? തങ്കച്ചന്റെ കാര്യങ്ങൾ കണക്ട് ചെയ്ത് ഒരുപാട് പേര് അനുമോളെ മോശം പറയുന്നുണ്ട്. അനുമോക്ക് ജീവിതമില്ലേ? സ്വന്തം കാര്യം മാത്രം ആലോചിച്ചിട്ട് ഇങ്ങനെ എപ്പോഴും സംസാരിക്കുന്നത് ഒരു സ്വാർത്ഥ മനോഭാവമുള്ള ആളുകൾ മാത്രമായിരിക്കും. അക്ബറിന്റെ ഒക്കെ വിചാരം അവർക്ക് മാത്രമേ ലൈഫുള്ളൂ. അവർ തിരിച്ചു പറയുന്ന സമയത്ത് തൊലയുന്നത് മറ്റൊരാളുടെ ലൈഫാണെന്ന് അവരറിയുന്നില്ല. ഒനിയില് ഒക്കെ റന ഫാത്തിമനെ പറഞ്ഞപ്പോൾ റന ഫാത്തിമയ്ക്ക് പുറത്തൊരു ലൈഫില്ലേ? അക്ബർ രേണുവിനെ സേഫ്റ്റി ടാങ്ക് എന്ന് വിളിച്ചപ്പോൾ രേണുവിന് പുറത്തൊരു ലൈഫില്ലേ? അപ്പോൾ അവരെ ഗെയിം കളിക്കാൻ പോകുന്ന സമയത്ത് ഗെയിമിന്റെ ഭാഗമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ റിയൽ ലൈഫായിട്ട് കണക്ട് ചെയ്തിട്ട് അത് ബിഗ് ബോസ് ഹൗസിന് പുറത്തോട്ട് കൊണ്ടുവന്ന് വലിയ വലിയ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യാതിരിക്കാൻ മാത്രം ശ്രദ്ധിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ.